ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശ്രേഷ്ഠവും അനുഗ്രഹമേറിയ ഈ 2025 പുതിയ വർഷത്തിലെ ഒന്നാമത്തെ കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവമക്കളുമായി ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ച് ചിന്തിപ്പാൻ, നമുക്കൊരുമിച്ച് പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവത്തിന് സകല മഹത്വവും നൽകുകയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം വാക്യത്തിൽ യിരെമ്യാ പ്രവാചകൻ ഇപ്രകാരം പ്രവചിച്ചിരിക്കുകയാണ്: ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമാകുന്ന യഹോവയാകുന്നു, എനിക്ക് കഴിവില്ലാത്ത വല്ല കാര്യവുമുണ്ടോ? ഈ വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഈ സ്വർഗീയ സന്ദേശമെന്ന ഈ അനുഗ്രഹീത പ്രോഗ്രാം ഈ പുതിയ വർഷത്തിൽ നമുക്ക് ഒരുമിച്ച് ആരംഭിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സകല മഹത്വവും നൽകുകയാണ്. പുതിയ വർഷത്തിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഈ കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതത്തിലെ ഈ സന്ദേശം നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരും, അതിന് യാതൊരു സംശയവുമില്ല. വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസും ഇതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസും ഇതു പോരാ. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസും ഇതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസും ഇതു പോരാ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട 2025 ഈ കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവമക്കളായിരിക്കുന്ന നമുക്കൊരുമിച്ച് ദൈവജനങ്ങളെ പഠിക്കുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ഒരു വർഷക്കാലം ഈ സ്വർഗീയ സന്ദേശമെന്ന ഈ പ്രോഗ്രാം കർത്താവെ കണ്ട എല്ലാ അവിടുത്തെ മക്കളെയും അടുത്തും അകലെയും വിദേശ രാജ്യങ്ങളിലൊക്കെ കർത്താവ് ഈ പ്രോഗ്രാം കണ്ട അനേകർക്ക് വിടുതലും ആശ്വാസവും നൽകിയ ദൈവത്തിന് സകല നന്ദിയും കരയേറ്റുകയാണ്. തുടർന്നും ഈ വചനത്തിൻ്റെ പൊരുളുകൾ ഞങ്ങൾക്കങ്ങ് കർത്താവെ ആത്മീക ശബ്ദങ്ങളെ ഞങ്ങളെ കേൾപ്പിക്കുമാറാകണം. അത് കേട്ട് എല്ലാവരും അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം കൃപ ചെയ്യണം. എല്ലാ മഹത്വവും ബഹുമാനവും പുകഴ്ചയും ഞാൻ അവിടത്തേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുക സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് അല്പസമയ ചിന്തയ്ക്കായി ഞാനിവിടെ വായിച്ചു കേട്ട ദൈവവചനം ഒരിക്കൽ കൂടെ വായിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ. ഞാൻ സകലയിടത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിവില്ലാത്ത വല്ല കാര്യവുമുണ്ടോ? താങ്ക് യു ഡാഡി, താങ്ക് യു ഫാദർ. നന്ദി കർത്താവേ. ഇവിടെ ഈ പ്രഭാതത്തിൽ, ഈ കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു വാഗ്ദത്തമാണ്, അല്ലെങ്കിൽ ഒരു ദൈവീക സന്ദേശമാണ്. അവന് കഴിവില്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് അസാധ്യമാകിട്ട് ഒന്നും തന്നെ ഇല്ല. പ്രിയ ദൈവമക്കളെ, അവന് കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. യിരെമ്യാ പ്രവാചകനിലൂടെ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ഇതൊരു യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം ഒരു പ്രവചന പുസ്തകമാണ്. ആമേൻ. മനുഷ്യൻ പറയുമ്പോൾ അത് നടക്കാതെ പോകും, പക്ഷേ പ്രവചനങ്ങൾ ഇന്നും ആമേൻ അത് നിലനിൽക്കുക തന്നെ ചെയ്യുകയാണ്. ഇവിടെ പറയുന്നു, ദൈവത്തിന് ആമേൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. അവൻ സകല ജഡത്തിൻ്റെയും സകല മനുഷ്യരുടെയും ദൈവമാകുന്ന യഹോവയാകുന്നു. നോക്കുക, നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 11. എന്നാൽ അബ്രഹാമും സാറയും വയസ്സു ചെന്നു, വൃദ്ധിയായിരിക്കുന്നു, സ്ത്രീകൾക്കുള്ള പതിവ് സാറയ്ക്ക് നിന്നുപോയി. നോക്കുക, ഈ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 11-ാം വാക്യത്തിൽ വേദപുസ്തകത്തിൽ പറയുകയാണ്, അബ്രഹാമിൻ്റെയും സാറയുടെ, നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതത്തിൽ അവർക്കൊരു കുഞ്ഞ് ഇല്ലാതെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ആമേൻ. സാറയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് സാറയോട് പറഞ്ഞു, സാറേ, നിനക്ക് ഞാനൊരു കുഞ്ഞിനെ നിന്റെ ഉദരത്തിൽ തരും. അതാ പറഞ്ഞ്, ദൈവം സകല ജഡത്തിൻ്റെയും ദൈവമാകുന്ന യഹോവയാകുന്നു. അവന് കഴിവില്ലാത്ത വല്ല കാര്യവുമുണ്ടോ? ഒരു കാര്യവുമില്ല. അവൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് അതുപോലെ ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ വാക്കുമാറും, നമ്മൾ അവിശ്വാസികളായി തീരും. എന്നാൽ നാം ദൈവം വിശ്വസ്തതയുള്ളവനായി ഒരു വാക്ക്, ഒരു വാഗ്ദത്തം ദൈവം നമുക്ക് തന്നാൽ ആ വാഗ്ദത്തം അതുപോലെ ഏറ്റെടുക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ പരമ്പരകളിലോ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ അന്നത്തെ പ്രാസംഗികൻ ദൈവകൃപയിൽ നിങ്ങൾക്കൊരു വെളിപ്പാട് തന്നാൽ, അവൻ നിങ്ങൾക്കൊരു വാഗ്ദത്തം തന്നാൽ, നിങ്ങളത് അവിടെ വച്ചെടുക്കും. എന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ പിശാച് നമ്മുടെ ഹൃദയത്തിൽ പറയും, ഇനിയിപ്പോൾ അങ്ങേര് പറഞ്ഞതെല്ലാം അതുപോലെ നടക്കും, വെറുതെ പറയുന്നതല്ലേ, കാശിന് വേണ്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നടക്കുന്നവരല്ലേ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത വരുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നതാ നിനക്ക് ദൈവം തന്ന വാഗ്ദത്തം നിന്നിൽ നിന്ന് എടുത്തു കളയപ്പെടുകയാണ്. ഒത്തിരി സംഭവങ്ങൾ അങ്ങനെ ഉണ്ട് പ്രിയ ദൈവമക്കളെ. എന്നാൽ ഈ 2025 അങ്ങനെ സംഭവിക്കരുത് എന്ന ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം ഒന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നവനാണ്. മനുഷ്യർ വാക്കുമാറും, മനുഷ്യൻ്റെ രൂപം മാറും, മനുഷ്യൻ്റെ സ്വഭാവം മാറും, മനുഷ്യൻ്റെ രീതികൾ മാറും. പക്ഷേ ആമേൻ, അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഉരുവാകുന്നതിന് മുമ്പേ കണ്ട ദൈവം, ലോകസ്ഥാപനത്തിന് മുമ്പേ നിന്നെ കണ്ട എൻ്റെ പ്രാണപ്രിയനായ കർത്താവിൻ്റെ രൂപവും ഭാവവും അവൻ്റെ എല്ലാം അന്നും ഇന്നും ഇപ്പോഴും ഒരുപോലെ തന്നെയാണ്. ഹല്ലേലൂയ. അവൻ ഈ ലോകത്തിലേക്ക് വന്നതാ ആമേൻ മണിമാളിക പണിത് അതിനകത്ത് ഉറങ്ങാനല്ല. വേദപുസ്തകം വ്യക്തമായി പറയുന്നു, എൻ്റെ യേശു ലോകത്തിലേക്ക് വന്നത് എന്തിനെന്നറിയാമോ സഹോദര സഹോദരി? പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിപ്പാൻ. ആ ദൈവം നമ്മൾ ചെയ്ത അകൃത്യങ്ങളെ, നമ്മൾ ചെയ്ത പാപത്തെ ക്ഷമിച്ച നമ്മളെ അവൻ്റെ രക്തം തന്ന് വീണ്ടെടുത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ മൈക്കം പിടിച്ച് എനിക്ക് നിങ്ങളോടൊപ്പം ഈ സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിൽ ശുശ്രൂഷിക്കാൻ ദൈവം കൃപ നൽകിയത്. എൻ്റെ ഈ പ്രോഗ്രാം കണ്ട നിങ്ങളെയും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ആയതുകൊണ്ട് സാറയ്ക്കത് ഒട്ടും അങ്ങോട്ട് ദഹിച്ചില്ല. കാരണം അബ്രഹാമിന് വയസ്സ് 100 സാറയുടെ ഒരു കുഞ്ഞ് ഉത്പാദിതമാകേണ്ട പീരീഡ് കഴിഞ്ഞു പോയി. അമ്മയെ ഒരുമിച്ച് നോക്കുമ്പോൾ, വൈദ്യശാസ്ത്രം നോക്കുമ്പോൾ, ലോകക്കാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നോക്കുമ്പോൾ ഇനി അബ്രഹാമിന് സാറയ്ക്കും ഒരു കുഞ്ഞ് ലഭിക്കത്തില്ലെന്ന വിധി എഴുതി തള്ളപ്പെട്ട സാഹചര്യത്തിൽ സകലരും നടക്കത്തില്ലെന്ന് പറയുന്നെടുത്ത, സകലരും നീന് കുണം പിടിക്കത്തില്ലെന്ന് പറയുന്നെടുത്ത, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം 8 ആയല്ലോ, ഇനി നിനക്കൊരു കുഞ്ഞ് ലഭിക്കുന്നില്ലെന്ന് പറയുന്ന സ്പോട്ടിൽ ഇറങ്ങി വന്ന് നീ വിശ്വസിച്ചാൽ നിന്റെ വിശ്വാസത്തിന്റെ പരിണിത ഫലം നീ ഏത് വിഷയത്തിന്റെ മേൽ ഭാരപ്പെടുന്നുവോ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകളെ, സഹോദര സഹോദരി, അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഞാനൊരു ദൈവീകാലോചന നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യുകയാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തിന് സകല മഹത്വവും നൽകുകയാണ്. നോക്കുക, വയസ്സ് ചെന്ന വൃത്തിയായിരിക്കുന്ന സ്ത്രീക്കുള്ള അതേ ആ ക്രമീകരണങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഇടത്താണ് ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഈ വാഗ്ദത്തം കടന്നു വരുന്നത്. പ്രിയ ദൈവമക്കളെ, വാഗ്ദത്തം വിശ്വസിക്കുന്നവർക്ക് അത് നേടിയെടുക്കാനായി കഴിയും. വാഗ്ദത്തം വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. ആരൊക്കെ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമോ ആ വാഗ്ദത്തങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുവാൻ ഇടയായിത്തീര. ഉൽപ്പത്തി സ്തോത്ര 18:12 പറയുന്ന, ആകയാൽ സാറ ഉള്ളം കൊണ്ട് സാറ ആകയാൽ സാറ ഉള്ളം കൊണ്ട് ചിരിച്ചു, വൃത്തിയായിരിക്കുന്ന എനിക്ക് സുഖഭോഗം സ്തോത്രം ഉണ്ടാകുമോ, എൻ്റെ ഭർത്താവ് വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾക്കിനി ഒരു കുഞ്ഞുണ്ടാകത്തക്ക യാതൊരു ചാൻസുമില്ല. ഒരുപക്ഷെ വൈദ്യശാസ്ത്രങ്ങൾ കൈവിട്ടു, ഇനി ഒരു കുഞ്ഞ് ലഭിക്കത്തില്ല. അബ്രഹാമിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ല, അതിനുള്ള ത്രാണി ആ പീരീഡ് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ സകലരാലും നിന്ദിക്കപ്പെട്ട് ഇനി കിട്ടത്തില്ലെന്ന് വിധി എഴുതിയിരിക്കുന്ന ഇടത്ത് എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ ചില ആലോചനകൾ നിങ്ങൾക്ക് കൈമാറുന്നു. 2025 നടക്കത്തില്ല, ഇനി എനിക്കത് കിട്ടത്തില്ല. അനവധി ദൈവദാസന്മാർ പറഞ്ഞു, മകളുടെ കല്യാണം നടക്കുക, മകൾക്കൊരു ജോലി ലഭിക്കും, എനിക്കൊരു ഭവനം ഹല്ലേലൂയ ലഭിക്കുമെന്നൊക്കെ ഒത്തിരി വാഗ്ദത്തങ്ങൾ വന്നു. പ്രിയ ദൈവമക്കളെ, വാഗ്ദത്തം വിശ്വാസത്തോട് കൂടെയാണ് ഏറ്റെടുത്ത് നിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിനകത്ത് നീ സൂക്ഷിക്കുന്നതെങ്കിൽ ഇന്ന് ആത്മാവിൽ ഞാൻ ഒരു ദൈവിക ആലോചന ഡിക്ലെയർ ചെയ്യുകയാണ്. 2024 വിശ്വാസത്തോടെ നീ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിന്റെ നടുവിൽ 2025 ആ വിഷയത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ കപ്പാസിറ്റിയുള്ള ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. അതേ 2025 നടക്കാത്തത് 2025 നിന്റെ കുടുംബത്തിന്റെ അകത്തളത്തിനകത്ത് ഇറങ്ങി വന്ന ഞാൻ നിനക്കായ ഒരു അത്ഭുതത്തെ ചെയ്യും. ഹല്ലേലൂയ. താങ്ക് യു ഡാഡി, താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. ദൈവം പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് വാഗ്ദത്തങ്ങളൊന്നും തട്ടിക്കളയല്ല, അതിനെ കാത്തു സൂക്ഷിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക ദൈവ പൈതലേ. ദൈവം പറയുന്നത് അത് ഏറ്റെടുത്ത് കാത്ത് സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, വാഗ്ദത്തത്തിന് മറുപടിയുണ്ട്. നീ ഏത് വിഷയത്തിൻ്റെ മേൽ നിലവിളിക്കുന്നുവോ ആ നിലവിളിക്കുന്ന നിലവിളിയുടെ ശബ്ദ തിങ്കല ദൈവത്തിന് മനസ്സിൽ ഉണ്ടാകും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഇറങ്ങി വന്ന് അതിന് ഉത്തരമരുളും, അതിന് ഒരു വിടുതലയക്കും. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. കാരണം ദൈവം ഇന്നും അന്നും എന്നും അനന്യൻ തന്നെ. സ്വത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മളെ ഒന്ന് സമർപ്പിക്കാം പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. ആമേൻ. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ നമുക്കറിയാം ദൈവം പറഞ്ഞ വാഗ്ദത്തം വിശ്വസ്തയോടെ ഏറ്റെടുത്ത ആ സാറയുടെ ഉദരത്തിൽ ദൈവം ഒരു കുഞ്ഞിനെ കൊടുപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഹല്ലേലൂയ മനസ്സിലാക്കാനായി കഴിയും. പ്രിയ ദൈവമക്കളെ, ആ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ട സാറയുടെയും വേദപുസ്തകത്തിൽ മറ്റൊരു ഭാഗം ഇങ്ങനെ പറയുന്നു, മിസ്രയീമിൽ ദാസിയിലൊരു കുഞ്ഞുണ്ടായി, ഇസ്മായേലാണ്. എന്നാൽ അതിനെ തൻ്റെ മകൻ ജനിച്ചപ്പോൾ ആ മകനെ അമ്മയും അവർ പുറത്തേക്ക് ഇറക്കി വിട്ടു. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം അനുസരിച്ച വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ ദൈവം അവർക്ക് കൊടുപ്പാൻ തക്കവണ്ണം ഇടയായി. ഉൽപ്പത്തി പുസ്തകം 18-14 യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യവും തന്നെ ഇല്ല. ഹല്ലേലൂയ. ദൈവം സ്തോത്രം സാറയ്ക്ക് വെളിപ്പെട്ട് സാറയോട് പറഞ്ഞു, സാറേ നിനക്കൊരു മകൻ ഉണ്ടാകും എന്നരുളി ചെയ്തു. ഒരു മകൻ നിനക്കുണ്ടാകും, നിന്റെ ഉദരത്തിൽ നിനക്കൊരു മകന് ഞാൻ തരും. അവരെല്ലാം ചിരിച്ചു, അവരെല്ലാം ഒരുപക്ഷെ പുച്ഛിച്ചു, അവരെല്ലാം ഒരുപക്ഷെ പരിഹസിച്ചു. കാരണം പ്രായങ്ങളൊക്കെ അങ്ങ് മാറ്റപ്പെട്ടതുകൊണ്ടാണ്. നടക്കത്തില്ല ആരും പറയും. പക്ഷേ അബ്രഹാമിനറിയാം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ
പ്രായം കഴിഞ്ഞിട്ടും സാറയ്ക്ക് ദൈവം ഉദരത്തിൽ ഒരു കുഞ്ഞിനെ കൊടുപ്പാനിടയായി. എൻ്റെ പ്രിയ ദൈവമക്കളെ, വാഗ്ദത്തം കിടക്കുകയാണ്. 2021 ആയിരിക്കാം, 2022 ആയിരിക്കാം, 23 ആയിരിക്കും, 24. നീ അതിനെ പരിഭാവനമായി കയ്യിലെടുത്ത്, ദൈവമേ നീ തന്ന വാഗ്ദത്തമാണ്, ഞാൻ ഇതുവരെയും എനിക്ക് ലഭിച്ചിട്ടില്ലെന്നല്ല കർത്താവേ, നീ വാഗ്ദത്തം തന്നു എങ്കിൽ നീ വിശ്വസ്തനാണ്. നീ അത് തരുമെന്ന് പറഞ്ഞ ആ വാഗ്ദത്തത്തെ കൈക്കുമ്പിളിൽ എടുത്ത് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ സമയത്തിന് ദൈവം ആ വാഗ്ദത്തവുമായി നിന്റെ ഭവനത്തിൻ്റെ അകത്തളത്തിനകത്ത് ഇറങ്ങി വരും. അതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ വാക്കാ. ആ വാക്കിന് വേണ്ടിയിട്ടുണ്ട്. മനുഷ്യൻ പറയുന്ന വാക്കുകൾ, ഇപ്പോൾ പറയുന്ന വാക്കുകൾ പിന്നത്തേതിൽ അവർ തിരിച്ചു പറയും. അവർ പറഞ്ഞില്ലെന്ന് അവർ കള്ളം പറയും. എന്നാൽ എൻ്റെ ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് അതുപോലെ സംഭവിക്കും. ദൈവ പൈതലേ, കാനായിലെ കല്യാണ വീട്ടില് അവർക്ക് വീഞ്ഞ് തീർന്നു പോയി. വീഞ്ഞ് തീർന്നതായ സമയത്ത് വിരുന്ന് വാഴികൾ പലയിടങ്ങളിലും വിരുന്നിന് വേണ്ടി ഓടി. വീഞ്ഞിന് വേണ്ടി അവർ ഓടി. കല്യാണ വീട്ടിലെ പ്രിയപ്പെട്ടവർക്ക് കൊടുപ്പാൻ ഒരിടത്തൊന്നും ലഭിച്ചില്ല. എന്നാൽ ആമേ സ്തോത്രം, അവർ മറിയോട് പറഞ്ഞു. മറിയ പറഞ്ഞു, നിങ്ങൾ പോയി അവനോട് പറയുവിൻ, നിങ്ങൾ പോയി യേശുവിനോട് പറയുവിൻ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവിൻ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ അവൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അതുപോലെ ചെയ്യണം. വാഗ്ദത്തം തന്നുവോ അതിനെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. വെളിപ്പാടുകൾ തന്നുവോ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഭവനമില്ല, ഭവനം തരുമെന്ന് പറഞ്ഞു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യണം. ആമേൻ. യേശുവിൻ്റെ അടുക്കൽ പോയി തങ്ങളുടെ വിവരങ്ങൾ നാമേൻ പറയുവാനിടയായി. അവർ വിശ്വാസത്തോടു കൂടെ പറഞ്ഞു. യേശു പറഞ്ഞു, നിങ്ങൾ പോയി ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൽ. ആ വെള്ളം വീഞ്ഞായി മാറ്റപ്പെട്ടു. എൻ്റെ യേശുവിൻ്റെ അടുക്കൽ പോയി ആര് പരാതി പറഞ്ഞാൽ ആ പരാതിക്ക് വിടുതലുണ്ട്. അമ്മയോട് പറഞ്ഞാൽ ആ പരാതിക്ക് വിടുതലില്ല. അച്ഛനോട് പറഞ്ഞാൽ വിടുതലില്ല. മക്കളോട് പറഞ്ഞാൽ വിടുതലില്ല. സ്നേഹിതനോട് പറഞ്ഞാൽ വിടുതലില്ല. എന്നാൽ നിന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിന്റെ അടുത്തിറങ്ങി വന്ന, നിന്റെ വേദനകളെ മനസ്സിലാക്കി നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന നസ്രയൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, അവന് കഴിവില്ലാത്ത ഒരു കാര്യവുമില്ല. അവൻ സകല ജഡത്തിൻ്റെയും ദൈവമാകുന്ന യഹോവയാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവം ഒരു കുഞ്ഞിനെ കൊടുപ്പാൻ ഇടയായി തീർന്നു സാറയ്ക്ക്. ഹല്ലേലൂയ. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാ, വീര്യപ്രവൃത്തികളുടെ ദൈവമാ എൻ്റെ പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് അവൻ സകലരിടത്തിൻ്റെയും ദൈവമാകുന്നു, യഹോവയാകുന്നു. അവന് കഴിവില്ലാത്ത ഒരു കാര്യവുമില്ല. അവൻ്റെ വാക്കുകൾക്ക് വേൽഡറ്റി ഉണ്ട്. അവനൊന്ന് പറഞ്ഞാൽ അത് നമ്മൾ അനുസരിപ്പാൻ തയ്യാറായാൽ നിശ്ചയമായും ആ നന്മ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് ഇറങ്ങി വരും. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മയെ കണ്ടെത്തും. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 28. നിന്റെ ദൈവമായ യഹോവയുടെ വാക്കുകളെ ശ്രദ്ധയോടെ കേട്ട് അവന്റെ ചട്ടങ്ങളും വിധികളും കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ, ആമേ, അങ്ങനെ നടക്കുന്നവനെ വാലല്ല തലയാക്കി തീർക്കും. അങ്ങനെ ഉള്ളവനെ വാലല്ല തലയാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോവുകയാണ്. ശമന വൈഡവ ഹതുരഘടകസ്യ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിൻ്റെ പ്രഭു. ഹല്ലേലൂയ. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മളോട് ഇടപെട്ട് സംസാരിച്ചു. അവൻ അസാധ്യമായിട്ടൊന്നും തന്നെ ഇല്ല. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. അതിൻ്റെ ആത്മീക പൊരുളുകളെ കുറിച്ച് സാറയുടെയും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാനിടയായി തീർന്നു. ഇതുവരെയും അമേ ദൈവം പറഞ്ഞ വാഗ്ദത്തം നിറവേറിയില്ല. ഹല്ലേലൂയ. അങ്ങനെ ആരെങ്കിലും ഭാരപ്പെടുന്നു എങ്കിൽ അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, സാറയെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല സഹോദരി. സാറയെ അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ ചെവി മന്ദമാകിട്ടില്ല സഹോദര. ഇന്ന് ഈ സ്വത്രം ഈ കർത്തൃ ദിവസത്തിന്റെ പ്രഭാതത്തിൽ വിശ്വാസത്തോടു കൂടെ നിങ്ങളുടെ വിഷയങ്ങളെ കൈക്കുമ്പിളിൽ എടുക്കാൻ പ്രാർത്ഥിക്കാം. ഞാൻ സകലയിടത്തിൻ്റെയും
കാര്യം ദൈവമാകുന്നു, യഹോവയാകുന്നു. എനിക്ക് കഴിവില്ലാത്തതായിട്ടൊന്നുമില്ല. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. പ്രാർത്ഥിക്കാമോ? അതേ വാഗ്ദത്തം വിശ്വസിക്കുന്നവരുടെ മേൽ അത് വെളിപ്പെട്ടു വരും. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആമേൻ. നിന്റെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങളെ കൈക്കൊമ്പിളിൽ എടുക്കാൻ പ്രാർത്ഥിക്കാം. 2024 നടന്നില്ല എന്ന ആത്മഭാരം നീക്കി വെച്ചുകൊണ്ട് യേശുവേ അത് 2025 നീ നിറവേറ്റി തരുമെന്ന് ദൈവവചനത്തിലൂടെ ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിച്ചുവല്ല കർത്താവേ. യേശുപ്പാ, അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കണം, മനസ്സലിയണമേ. നിന്റെ മക്കളുടെ വാഗ്ദത്തങ്ങൾ 2020 നിറവേറ്റണമേ. ഇതിന് വിരോധമായി വ്യാപരിക്കുന്ന, ഇതിനെ നമ്മെ തടസ്സം ചെയ്ത, ഇതിനെ ബ്ലോക്ക് ചെയ്ത് പോരാടി ജയമെടുത്ത് നിൽക്കുന്ന എല്ലാ ദുഷ്ട പൈശാചിക ശക്തികള് യേശുവിൻ നാമത്തിൽ ശാസിച്ച് പാതാളത്തിൽ ബന്ധിച്ച് രക്തത്താൽ വചനത്താൽ ജയമെടുക്കുന്നു. നന്മയുടെ ഉറവുകളെ ഇവർക്കായി തുറക്കണമേ. 2024 പോലെ അല്ലപ്പാ, 25 സകല ദൈവിക വാഗ്ദത്തങ്ങളെ കരങ്ങളിലെടുത്ത് അത്ഭുത സാക്ഷികളായി തീരുവാൻ ദൈവവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ, വാഗ്ദത്തം മുറുകെ പിടിച്ച് ദൈവ അനുഗ്രഹത്തിന്റെ വക്താക്കളായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ, കൃപ ചെയ്യട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. ദീർഘായുസ് കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. അത്ഭുതം ചെയ്ത ദൈവത്തിന് മഹത്വം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഈ നല്ല കർത്തൃ പ്രഭാതത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. അതിനെ കേട്ട എല്ലാ മക്കളും ദൈവത്തിൻ്റെ വാഗ്ദത്തം മുറുകെ പിടിക്കുക. നിശ്ചയമായി 2025 ആ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇനി നമ്മൾ ഒരുമിച്ച് കൂടി വരെയും എല്ലാവരെയും ദൈവം തൃക്കരങ്ങളിൽ വഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.